ഹായ്, സുഖല്ലേ എല്ലാവർക്കും? ഇന്ന് നമുക്ക് കഴിക്കാൻ സുഖമുള്ള നല്ല ലളിതമായിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാട്ടുള്ളൂ. മോർക്കലി ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ വളരെ ടേസ്റ്റുള്ള എന്നാൽ നമ്മുടെ വയറിന് നല്ല സുഖം തരുന്ന ഒരു മോർക്കലി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ, ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടുള്ളൂ. അരിപ്പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുക. പിന്നെ നല്ല തൈരുമുളകും കൂടി ചേർത്തുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാനില്ല, നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലോണം വെള്ളം ചേർക്കണം കേട്ടുള്ളൂ. സംഭാരം പോലെ കലക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സാധനങ്ങൾ വളരെ കുറച്ച് സാധനം മതി, 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ പഴയകാലൊരു വിഭവമാണ്, ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഈ മോര് നല്ല വെള്ളമൊഴിച്ച് കലക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ അരക്കപ്പ് ഉള്ള ഒരു അത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇത് നന്നായി കട്ടല്ലാണ്ട് കലക്കിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇനി ഇതിന് വേണ്ട വേറെ സാധനങ്ങളൊക്കെ നോക്കാം. ഇനി ഞാനിവിടെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് നുറുക്കി വെക്കാട്ടുള്ളൂ. പണ്ടുള്ളവർ ഇതിൽ ക്യാരറ്റൊന്നും ഇടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ ഹെൽത്തി നോക്കണ കാരണം ഇതിൽ ഇടാം. നല്ല ഭംഗിയാണ്, കളർഫുള്ളായിട്ടിരിക്കും. പിന്നെ ഇതിൽ ഉള്ളിയും വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല കേട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുളകും ക്യാരറ്റും നമ്മുടെ ഈ മല്ലിയിലയില്ലേ, ഇത് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നല്ല 4-5 കൊണ്ടാട്ട മുളക്, തൈര് മുളക് വേണം. പിന്നെ കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര സാധനം വേണം. പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് തന്നെ നല്ല മണം തോന്നിയിട്ടുള്ളത് എനിക്ക്. വെളിച്ചെണ്ണയിൽ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ഇത്രയും സാധനങ്ങൾ വറുത്തിടാൻ വേണം. ഇനി ചീഞ്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്ര എണ്ണ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ എണ്ണ ചൂടായതിലേക്ക് നമ്മളിതാ കടുകും ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ കൊണ്ടാട്ട മുളക്, തൈര് മുളക് കൂടി ചേർത്തി കൊടുക്കാം. അത് കരിയരുത് കേട്ടോ. നല്ല ഒരു മണം വരുന്ന പോലെ കുറച്ച് നല്ല ബ്രൗണിഷ് ആയിട്ട് വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മളുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കും കേട്ടോ. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ഇനി ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണതിൽ ക്യാരറ്റും പച്ചമുളകും മല്ലിയിലയും, അതിൽ ക്യാരറ്റും പച്ചമുളകും നമുക്കിപ്പോൾ ചേർത്തി കൊടുക്കണം കേട്ടുള്ളൂ. മല്ലിയില ഇപ്പിടണ്ട. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടുള്ളൂ. ഇത് നന്നായി മൂക്കണം, പക്ഷേ ഫ്രൈ ആവരുത് കേട്ടോ. നമ്മൾ ഉപ്പുമാവിനൊക്കെ ആക്കില്ല അതുമാതിരി കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ വെന്ത പോലെ ആവില്ലേ ക്യാരറ്റ്, അത്ര ആയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ അരിപ്പൊടിയും തൈരും ഒക്കെ കൂടെ കായപ്പൊടി ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉപ്പൊക്കെ മതിയൊന്ന് ഇപ്പോൾ നോക്കിക്കോളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം മല്ലിയില ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു നല്ല ലൈറ്റ് ഫുഡാണ് കേട്ടോ. നമുക്ക് ഹെവി ഫുഡൊക്കെ കഴിച്ചു 1-2 ദിവസം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ലൈറ്റായിട്ട് കഴിക്കണം, പെട്ടെന്ന് തയ്യാറാക്കണം എന്നൊക്കെയുള്ള സമയത്ത് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് വേറെ സൈഡ് ഡിഷായിട്ടൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കുക. അതിലെല്ലാം ഉണ്ടല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാറോ പപ്പടമോ ഒക്കെ ചേർത്ത് കഴിച്ചാൽ മതി. വേറൊന്നും ഇതിന് സ്പെഷ്യലായിട്ട് വേണ്ട. ഇനി ഇത് സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കുറുക്കി കിട്ടും. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വേണമെങ്കിൽ ഇതുണ്ട്, ഇപ്പോൾ സൈഡിൽ നിന്ന് കൊട്ടാതെ വിട്ട് കിട്ടി തുടങ്ങിയില്ലേ. നമുക്കറിയാലോ അരി വെന്ത പാകം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ ഇത് ഗ്യാസിൽ നിന്ന് ഞാനിതപ്പോൾ ഇറക്കി വെച്ചു കേട്ടോ. നമുക്ക് എന്ത് സോഫ്റ്റായിട്ടുള്ളൊരു ഫുഡാണെന്ന് പറയുമോ. കുട്ടികൾക്കൊക്കെ പണ്ട് മറ്റേ കോറയൊക്കെ കുറുക്കി കൊടുക്കുമ്പോൾ കഴിക്കില്ലേ, അതുപോലെ ഒരു ലൈറ്റ് ഫുഡാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവുന്നൊരിതാണ്. അപ്പോൾ ആ തൈര് മുളകും എടുത്ത് കടിക്കാനും ഇടയ്ക്ക് കിട്ടും. പിന്നെ അച്ചാർ വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ മോർക്കലി ഇതായിപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാറുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ്സും എല്ലാം വേണം കേട്ടോ. എനിക്കതുണ്ടെങ്കിലേ എനിക്ക് മുൻപിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ മുൻപിലേക്കുള്ള യാത്ര. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടം. നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇടയ്ക്കൊരു ടേസ്റ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇതുപോലെ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.